അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എത്ര നേരം നമുക്ക് ഒരു മിനിറ്റ്, ആരൊക്കെയോ ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇന്നത്തെ കാണുന്നില്ല. ഒരു മിനിറ്റ്. ഞാൻ ഓഡിയോ എല്ലാവർക്കും വ്യക്തമായി കേൾക്കുന്നുണ്ടാന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പ്ലീനിന്റെ തിയറിറ്റിക്കൽ പാർട്ട് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്തൊന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ ഇനി നേരെ പോയിന്റിലേക്കല്ലേ പോകേണ്ടത്? അതെ അതെ അല്ലെ, മറ്റേ പാത്ത് വേ ഒക്കെ നമ്മൾ കണ്ടിരുന്നു എൻ്റെ ഓർമ്മ. അപ്പോൾ നമുക്ക് ഇന്ന് സ്പ്ലീനിന്റെ ആദ്യത്തെ പോയിന്റ് ആണ് എടുക്കുന്നത്. ഒറ്റ മിനിറ്റ്. അപ്പോൾ SP1 എന്നാണ് ലൊക്കേഷൻ. കാരണം ഇത് കാലിലെ മെറീഡിയൻ ആയതുകൊണ്ടും ഇൻമെറീഡിയൻ ആയതുകൊണ്ടും നമ്മുടെ അപ്പർ പാർട്ടിൽ അല്ലെങ്കിൽ അപ്പർ എക്സ്ട്രിമിറ്റീസിലുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് വരിക. സാധാരണ കൈകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അപ്പർ പാർട്ടിൽ ഉണ്ടാവുന്ന ഇൻമെറീഡിയൻസ് എല്ലാം തന്നെ തുടങ്ങുന്നത് ശരീരത്തിനകത്തു നിന്നും അവസാനിക്കുന്നത് കൈ വിരലുകളിൽ ആയിരുന്നു. ഒരു മിനിറ്റ്, ഇത് വെച്ചാല് കൈ വിരലുകളിലും അവസാനിക്കും. അതേമാതിരി തന്നെ യാങ് മെറീഡിയൻ കൈകളിൽ നിന്ന് തുടങ്ങി മറ്റേ ഫേസിലേക്കാണ്, ഹെഡിലേക്കാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ ശരീരത്തിന്റെ തന്നെ മിറർ ഇമേജ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോവർ ബാക്കിനെ ലോവർ സൈഡിനെ കാണുന്നത്. അവിടെ വന്നിട്ട് നേരെ തിരിച്ചായിരിക്കും. അപ്പോൾ കൈകളിൽ യാങ് മെറീഡിയൻസ് ഇൻമെറീഡിയൻസ് ചെസ്റ്റിൽ നിന്ന് തുടങ്ങി കൈകളിലാണ് അവസാനിച്ചതെങ്കിൽ കാലിലേക്ക് വരുന്ന സമയത്ത് ഇൻമെറീഡിയൻസ് വിരലുകളുടെ അറ്റത്ത് നിന്ന് അല്ലെങ്കിൽ കാലുകളിൽ നിന്ന് തുടങ്ങി ശരീരത്തിലാണ് അവസാനിക്കുക. സോ അങ്ങനെ വരുന്ന സമയത്ത് SP1 എന്ന് പറയുന്നത് നമ്മുടെ കാൽ വിരലുകളിലാണ് വരിക. അത് ജിങ്വൽ പോയിന്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതെല്ലാം തന്നെ അക്യൂട്ട് കേസസിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു എന്താ പറയാ പോയിന്റ് ആണ്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ടോയിലാണ്, തള്ളവിരലിലാണ്. 0.1 ചൂൺ കോർണർ ഓഫ് ദ നെയിൽ, മീഡിയൽ സൈഡിലേക്ക്. അതായത് നമ്മുടെ തള്ളവിരലുകളിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഭാഗത്തുള്ള നഖക്കോണിൽ, വിരലുകളില്ലാത്ത ഭാഗത്തുള്ള നഖക്കോണിൽ നിന്നും 0.1 ചൂണ് മാറിയിട്ടുള്ള പോയിന്റ് ആണ് SP1 എന്ന് പറയുന്നത്. ഇത് SP1 എന്ന് പറയുന്നത് ജിങ്വൽ പോയിന്റ് ആയതുകൊണ്ടും ഇൻമെറിഡിയൻ ആയതുകൊണ്ടും ഇത് വുഡ് പോയിന്റ് എന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനോറിജിയ, അതായത് ഹെവി ബ്ലീഡിങ്, മെൻസസ് സൈക്കിൾ ഉണ്ടെങ്കിൽ ഹെവി ബ്ലീഡിങ്ങിന് ഈ പോയിന്റ് വളരെ നല്ലതാണ്. മെറ്റോറിജിയ, യൂറിനൽ ബ്ലീഡിങ് വൈൽ പീരിയഡ്സ്, അതായത് പീരിയഡിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പിന്നെ ആയിട്ടൊക്കെ വരുന്ന യൂറിനിൽ കൂടി ചെറിയ ബ്ലഡ് സ്പോട്ട്സ് ചിലവർക്ക് വരും. അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ മോഷനിൽ ഇതേമാതിരി ബ്ലഡ് സ്പോട്ട്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ഹെമിറ്റൂറിയ അല്ലെങ്കിൽ യൂറിനൽ ബ്ലീഡിങ്ങിനൊക്കെ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അബ്ഡമൽ ഡിസ്റ്റൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വയറിന് മുറുക്കം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാടിയതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഈ SP1 നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പോയിന്റ് ആണ്. മാനസികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഉറക്കത്തിൽ മറ്റേ ഭയം, അതായത് മറ്റേ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞെട്ടി ഉണരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറ്റേ മസിൽ കോൺട്രാക്ഷൻ, അതായത് എങ്ങനെയാ ഇപ്പൊ പറയാ വെച്ചാല്, ഇപ്പൊ കുട്ടികളൊക്കെ വന്നിട്ട് ചില സമയത്തെ ഈ കൈയൊക്കെ വന്നിട്ട് ഭയങ്കര ടൈറ്റ് ആക്കും നമ്മൾ അറിയാതെ. അതായത് നമ്മൾ അറിയാതെ തന്നെ മസിൽസ് ക്രാമ്പ് ചെയ്യുന്ന പോലെ മസിൽസിന്റെ മൂവ്മെന്റ്, ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയാം, കൺവൂഷൻസ് എന്ന് പറയുന്നത്. അതിനും ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്സ് ബ്ലീഡിങ് ആണ്. അതേമാതിരി തന്നെ റെഗുലേറ്റ്സ് ദ സ്പ്ലീൻ ആണ്, കാംസ് ദ ഷൻ ആണ്, റിവൈവ്സ് കോൺഷ്യസ്നെസ്. നമുക്ക് റിവൈവ്സ് കോൺഷ്യസ് എന്നുള്ളത് എല്ലാ ജിങ്വൽ പോയിന്റുകൾക്കും വരുന്നൊരു മറ്റേ എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓരോരോ മെറീഡിയൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർഗൻ വരുന്ന സമയത്ത് ആ ഓർഗണിനെ കാം ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. അതേമാതിരി തന്നെ നമുക്ക് വളരെയേറെ നല്ല റിസൾട്ട് കിട്ടുന്ന മറ്റേ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത്. നമ്മൾ ഈ മെറീഡിയനിലെ പോയിന്റുകളോ അല്ലെങ്കിൽ മെറീഡിയനിലോ തന്നെ പ്രസ് ചെയ്ത്, അതായത് തമ്പുവാക്ക് എന്ന് പറയും, ഓരോ വിരലും അടുത്തടുത്ത് വെച്ച് 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 പ്രസ് ചെയ്ത് വരുന്ന സമയത്ത് മോസ്റ്റ് പെയിൻഫുൾ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ് ടു നിങ്ങളുടെ മറ്റേ എന്താ പറയാ മറ്റേ നമ്മളുടെ സ്റ്റൊമക്ക് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊടയുടെ ഇടുക്ക് വരെയുള്ള ഭാഗങ്ങൾ
നിങ്ങൾ റെഗുലറായിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ, അത് സ്പ്ലീനിൽ മാത്രമല്ല ലിവറിലും. അപ്പൊ ഓരോ ഇത് വെക്കുന്നതിന് പകരം നമ്മുടെ കൈയിന്റെ എന്താ പറയാ ബെഡ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ, ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റ്. ഈ ഭാഗം, കൈയിന്റെ ഈ ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രഷർ കൊടുക്കാൻ പറ്റും, നമുക്ക് സ്വമേധയാ തന്നെ. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നിറയെ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകും. നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്തു നോക്കൂ. 2-3 സ്ഥലങ്ങളിൽ വേദന കൂടുതലുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ നേരം ഒന്ന് പിടിച്ചു നിൽക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, പിടിച്ചു നിർത്തുക, വിടുക, എന്നിട്ട് പിന്നെയും പിടിച്ചു നിർത്തുക, വിടുക. ഇങ്ങനെ ഒരു 3 to 5 ടൈംസ് ഓരോ സ്ഥലത്തും ചെയ്തിട്ട് ആ മസിൽ ഏരിയ മുഴുവനും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിൽ ഡ്രാസ്റ്റിക് ആയിട്ട് എനർജി ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ ഓക്കെ, മറ്റേ യൂസിങ് മോക്സ ഓൺ SP1 ക്യാൻ സ്റ്റോപ്പ് ബ്ലീഡിങ് എനിവെയർ ഇൻ ദ ബോഡി, എസ്പെഷ്യലി യൂറിൻ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മാത്രമല്ല, ശരീരത്തിനകത്ത് എവിടെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും SP1 അവിടെ മോക്സ കൊടുക്കാം. ഓക്കെ, മോക്സ കൊടുക്കുന്നത് നമ്മളുടെ ശരീരത്തിനകത്തുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിനകത്ത് വെക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോർമലി നിങ്ങളുടെ പീരിയഡ്സിന്റെ ടൈമിൽ നാച്ചുറൽ പ്രോസസ്സായിട്ട് ബ്ലീഡിങ് നടക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങളൊന്നും ചെയ്യരുത്. നമ്മളുടെ പാട്ടല്ല, കാരണം നമ്മൾ ടുവേർഡ്സ് നേച്ചറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബ്ലീഡിങ് ഒക്കെ പലരും വന്നിട്ട് ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങി കഴിക്കുന്നത് പോലെ ദയവായിട്ട് അക്യുപഞ്ചറിനെ യൂസ് ചെയ്യരുത്. കാരണം ഇതിന് നിറയെ അക്യുപഞ്ചർ സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ് പൊതുവെ പഠിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ എക്സ്ക്രിയേഷൻ പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത് ടോക്സിക് എലിമിനേഷൻ ആണെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് ഗുണമല്ല ഉണ്ടാവുക, ദോഷമാണ് ഉണ്ടാവുക. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ആൾറെഡി വന്നിട്ട് നിങ്ങൾ സ്റ്റൊമക്കും കൈകളിലെ പോയിന്റ്സും അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി ട്രാൻസ്പോർട്ടിങ് പോയിന്റ്സ് ഒക്കെ പഠിച്ചവരായതുകൊണ്ട് ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നാലും നമ്മൾ അതിനകത്ത് ഇട്ടു മാത്രം. നിങ്ങളിപ്പോ ഇത്രയും ഞാൻ പറഞ്ഞു വരുന്നതിൽ ഫങ്ഷൻസ് മാത്രമായിരിക്കും നിങ്ങൾ പഠിക്കാതെ വിട്ടുപോയിട്ടുണ്ടാവുക. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അതേമാതിരി തന്നെ ഇൻഡിക്കേഷൻസ് ഒക്കെ വന്നിട്ട് നമ്മൾ എല്ലാ ഇൻഡിക്കേഷൻസ് അല്ല എഴുതുന്നത്, കോമൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ആണ് എഴുതുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തോ വേറെ ആരെങ്കിലും എടുക്കുന്ന സമയത്തോ വേറെ പുസ്തകങ്ങളിലോ നോക്കുമ്പോൾ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ പാർട്ട് തന്നെയാണ്. ഓക്കെ, അതേമാതിരി SP2 എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് ആണ്. അതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ എങ്ങനെയാണോ എന്താ പറയാ കൈകളിലൊക്കെ നോക്കിയതുപോലെ LI1ഉം LI2ഉം നോക്കിയ പോലെ തന്നെ തള്ളവിരലിന്റെ നഖക്കോണിൽ SP1 നേരെ വന്നു കഴിഞ്ഞാൽ ഈ തള്ളവിരല് നമ്മളുടെ പാദവുമായി ചേരുന്ന ഭാഗത്ത് ആണ് ഫസ്റ്റ് പോയിന്റ് വരിക. ഇരുനിറം ചേരുന്ന ഭാഗത്താണ്, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിൻ ചേരുന്ന ഭാഗങ്ങള്. അല്ലെങ്കിൽ തള്ളവിരലിന്റെ നമ്മളുടെ ക്രീസ് ഉണ്ട്, സെക്കൻഡ് ക്രീസ്. നമ്മൾ എന്താ പറയാ, എക്സാമ്പിൾ ഇപ്പൊ ഇത് എന്റെ തള്ളവിരലാണെങ്കിൽ SP1 ഇവിടെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തള്ളവിരല് കാലുമായിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെ ഇരുനിറം ചേരുന്ന ഭാഗം, അവിടെ ഒരു കുഴി ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇരുനിറം ചേരുന്ന ഭാഗത്ത്. ഓക്കെ, ഉള്ള പോയിന്റ് ആണ്. ഒറ്റ മിനിറ്റ്. സാർ ഒരു മിനിറ്റ്, കേറാൻ പറ്റാത്തൊരു അവസ്ഥ പറയുന്നുണ്ട് ഗ്രൂപ്പിൽ. ഇല്ല, ഞാനിപ്പോ അതാ നോക്കി, ഒരു മിനിറ്റ് അതാ പറഞ്ഞത്. എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ വന്നവരെയൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആരും ഇല്ല അവിടെ. ഓക്കെ, ഇപ്പൊ 3 പേര് കയറിയിട്ടുള്ളൂ. ക്ലാസ്സിൽ ഇപ്പോഴേ കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി വന്നിട്ട് എനിക്ക് ചെറിയ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാ. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച പക്ഷെ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്റെ ഫോണ് തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറുന്നത് അറിയാനുള്ള ഒരു ഓപ്ഷൻ വളരെ കുറവാണ്. കാരണം സ്ക്രീൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റ് എ ടൈം അത് വെക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും 2 ഫോൺ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ സർ, ലിങ്ക് കയറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, ജോയിൻ അങ്ങനെയല്ല, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാ. എനിക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ മിനിമൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ സിസ്റ്റത്തിൽ. അപ്പം SP2 ലൊക്കേഷൻ നമ്മൾ നോക്കി. ഓൺ ദ മീഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ ഫുഡ് ഇൻ ദ ഡിപ്രഷൻ ആന്റീരിയർ ആൻഡ് ഇൻഫീരിയർ ടു ദ പ്രോക്സിമൽ മെറ്റാടാർസോ ഡിജിറ്റൽ ജോയിന്റ്. അതായത് നമ്മളുടെ കാലുകളിലുള്ള ഈ പാദത്തിന്റെ ഭാഗത്തുള്ള
ബോണിനെയൊക്കെ മെറ്റാടാർസൽ എന്ന് പറയും. ഇതേ തന്നെ കയ്യിലാണെങ്കിൽ മെറ്റാ കാർപ്പൽ എന്ന് പറയും. ആ ഒരു ഡിഫറൻസ് ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ മെറ്റാടാർസൽ എന്ന് കണ്ട അത് കാലിലെയാണ്. സർ ഇന്ന് വളരെ സൗണ്ട് കുറവുണ്ടോ? ബാക്കിയുള്ളവരോട് ചോദിക്കണം. വോളിയം മാക്സിമത്തിലാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ വളരെ മൈന്യൂട്ടാണ് സാറിന്റെ സൗണ്ട്. ഹെഡ്ഫോൺ ആണോ? നിങ്ങൾ ശബ്ദം ക്ലിയർ ആണ്, ഞങ്ങൾക്ക് ഇവിടെ ക്ലിയർ കേൾക്കുന്നുണ്ട്. സാറിന്റെ സൗണ്ട് കുറവാണ്. ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ടില്ല. ആപ്ലിക്കേഷൻ ഓൺ ആണോ നോക്ക്. ഓ, വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓൺ ആയിരിക്കുന്ന സമയത്താണ് ഇത് നോക്കിയതെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്താൽ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. യെസ് സാർ. അപ്പം ഇങ്ങനെ ചില മറ്റേ മെഡിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ കുറേശ്ശെ അറിയാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ലൊക്കേഷൻസ് മറ്റും പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് SP2 ആണ്. അപ്പോൾ ഇൻമെറീഡിയൻ ആയതുകൊണ്ട് തന്നെ വുഡ് കഴിഞ്ഞാൽ അടുത്തത് ഫയർ ആണ് വരിക, ക്രിയേറ്റീവ് സൈക്കിളിന്റെ അതേ ഓർഡറിൽ. ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വളരെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് വയർക്കാത്ത പനിയാണെങ്കിൽ അതിന് ഈ പോയിന്റ് കുറച്ചുകൂടെ നല്ലതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതേമാതിരി തന്നെ സ്പ്ലീനിനെ ടോണിഫൈ ചെയ്യുന്നു ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ഡാംപ് ഹീറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നല്ലതാണ്. എവിടെയെങ്കിലും സ്വെല്ലിങ്ങോ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും കൂടെ ഈ പോയിന്റ് ഹെൽപ്പ് ചെയ്യും. ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. SP2 എങ്ങനെയാണോ നമ്മൾ LI2 ആൻഡ് LI3 നോക്കിയത് അതേമാതിരി തന്നെ SP2ഉം SP3യും ആ ഒരു എന്താ പറയാ മുഴച്ചു നിൽക്കുന്ന ആ ബോണിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലായിട്ട് വരും. ഇരുനിറം ചേരുന്ന ഭാഗത്താണ് പോയിന്റ് ഉള്ളത് കേട്ടോ. അതല്ലാണ്ട് മുകളിലോ താഴെയോ അല്ല. സാർ ഗ്യാസ്ട്രിക് പെയിൻ എന്ന് പറഞ്ഞല്ലോ സാറ്. അതെ, ഗ്യാസ്ട്രിക് പെയിൻ ബോഡിയിൽ എവിടെ ഉണ്ടെങ്കിലും ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെ ഉണ്ടെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും ഈ പോയിന്റ്. ഓക്കെ. അതേമാതിരി തന്നെ ഗ്യാസിന്റെ ഇഷ്യൂ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടാറുള്ള പോയിന്റുകളാണ് P8ഉം H8ഉം കൂടെ നീഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ മാറ്റം കിട്ടാറുണ്ട്. നീഡിലിട്ട് അപ്പൊ തന്നെ ചിലപ്പോൾ കിട്ടില്ല. നീഡില് ഇട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് നമ്മൾ നീഡിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിനകത്ത് നിറയെ മാറ്റം കാണാറുണ്ട്. ചിലർ അപ്പൊ തന്നെ ഗ്യാസ് ഫോർമേഷൻ പുറത്തേക്ക് വരാറുണ്ട്. H8ഉം P8ന്റെയും കോമ്പിനേഷനിൽ വേറെ ഒന്നും ഇടാണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നല്ല മാറ്റം കിട്ടുന്നു. മറ്റേ മാറ്റം കിട്ടാറുണ്ട്. ഞാൻ ഈ കോമ്പിനേഷനിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സിംഗിൾ ആയതുകൊണ്ട് കൂടുതൽ സിംഗിൾ പ്രിഫർ ചെയ്യും. നമ്മൾ മൾട്ടി ആയതുകൊണ്ട് എപ്പോഴും ഒന്നിൽ കൂടുതൽ നീഡിലിട്ട് ശീലമായതുകൊണ്ടേ. എന്താ സാർ? PC8 and HT8. അതെ. പെരിക്കാർഡിയത്തിലെ 8ഉം ഹാർട്ടിലെ 8ഉം ആണ് കോമ്പിനേഷൻ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്തത് SP3 തന്നെയാണ്. അപ്പോൾ ഫയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫയറിന്ന് എർത്താണ് യുവാൻ സോഴ്സ് പോയിന്റ് ആയിട്ട് വരും. കാരണം ഇൻമെറീഡിയൻ ആണ്. ഇൻമെറീഡിയനിലെ എർത്ത് പോയിന്റ്സ് എല്ലാം തന്നെ യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. ആ യുവാൻ സോഴ്സ് പോയിന്റ്സ് ഒക്കെ തന്നെ ഇൻഓർഗണിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഓൺ ദ മീഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ ഫുഡ് ഇൻ ദ ഡിപ്രഷൻ പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ ടു ദ proximal metatarsal digital joint of the big toe at the junction of the red and white skin. അതായത് രണ്ട് എന്ന് പറയുന്ന ലൊക്കേഷൻ ഒരു കുഴിയാണ്. അതിനുശേഷം ബോണിന്റെ ഒരു എന്താ പറയാ നമുക്ക് ശരിക്കും കയറി ഇറങ്ങുന്ന പോലെ ഒരു കുന്നു പോലെയാണ്. ആ ഇറങ്ങി കഴിഞ്ഞ ഉടനെയും നിങ്ങൾക്ക് ഒരു കുഴി കാണാം. അതാണ് ലൊക്കേഷൻ. ഓക്കെ, യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. സ്പ്ലീൻ മെറീഡിയനിലെ ഷൂ സ്ട്രീം പോയിന്റും ആണ്. എർത്ത് പോയിന്റ് ആണ്. ഇൻഡിക്കേഷൻസ് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് പെയിന് നല്ലതാണ്. അബ്ഡമനൽ ഡിസ്റ്റൻഷന് നല്ലതാണ്. അതേമാതിരി തന്നെ അബ്ഡമനിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. ഡയേറിയക്ക് നല്ലതാണ്. ഡിസെൻട്രിക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ എനർജി കുറവുണ്ടെങ്കിൽ ലാസ്റ്റിറ്റ്യൂഡ്, ലാക്ക് ഓഫ് എനർജി, അതേമാതിരി തന്നെ ഹെവിനെസ് ഓഫ് എക്സ്ട്രിമിറ്റീസ്, കൈകൾക്കും കാലുകൾക്കും ഭാരം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. അതേമാതിരി തന്നെ ഓവർ വെയ്റ്റ് ഫോർ ഡാംപ്നെസ് ഇൻ ആൾ 3 ജിയോസ്. അതായത് ഓവർ വെയ്റ്റിന് ഈ പോയിന്റ് നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ
കുറെ പോയിന്റ്സുകൾ ഉപയോഗിക്കും നമ്മൾ. അതിൻ്റെ ഒപ്പം തന്നെ SP3, ST36 അതേമാതിരി തന്നെ സ്റ്റൊമക്കിലത്തെ പോയിന്റ്സ് ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിനും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി 3 GOസിലും വന്നിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയാ കൺജഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എന്താ പറയാ വീർപ്പ് മുട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ് നല്ലതാണ്. നിങ്ങൾ ആക്ച്വലി വന്നിട്ട് നിങ്ങൾക്ക് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു പേനയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ആ SP3ന്റെ അവിടെ വന്നിട്ട് മസാജ് ചെയ്യുക, അതായത് റോൾ ചെയ്യുക. ജസ്റ്റ് ഒരു പേന വെച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ റോൾ ചെയ്താൽ തന്നെ നല്ല വ്യത്യാസം കിട്ടും. ഈവൻ നീഡിലിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പലപ്പോഴും സെൽഫ് ട്രീറ്റ്മെന്റിന് ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ആ SP2ലോ ഏതാ മെറിഡിയൻ നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ എനർജീനെ കറക്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റാറുണ്ട്. എപ്പിഗാസ്ട്രിക് പെയിൻ, അതായത് മറ്റേ നമ്മുടെ വാരിയെല്ലിന്റെ സൈഡിൽ വരുന്ന ഭാഗത്തുണ്ടാവുന്ന വേദനകൾ മാറാനും മറ്റുമൊക്കെ നല്ലതാണ്. അതേമാതിരി അബ്ഡമിനൽ പെയിനും തന്നെ ഈ പോയിന്റ്സ് നല്ലതാണ്. സ്പ്ലീനിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഹാർമണൈസ് ആൻഡ് റെഗുലേറ്റ്സ് സ്പ്ലീൻ. കാരണം ഇത് സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു, അതിനെ കാം ചെയ്യുന്നു, ഡാമ്പിനെസ്സിനെ റിമൂവ് ചെയ്യുന്നു. എപ്പോഴും നിങ്ങളൊരു കാര്യം കൂടെ ആലോചിക്കാനുള്ളത്, ഫങ്ഷൻസ് വായിക്കുമ്പോൾ ഡാമ്പ്നെസ്സിനെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പോയിന്റ് നിങ്ങൾ മറ്റേ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്ലഡ് ആൻഡ് ചി മൂവ്മെന്റ് കൂടുതലായിരിക്കും. അങ്ങനെ ബ്ലഡ് ആൻഡ് ചി മൂവ്മെന്റ് കൂടുതലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെറീഡിയനിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഓർഗണിൽ ഉണ്ടാവുന്ന ഹീറ്റും റെഡ്യൂസ് ആവും. ഇത് കോമൺ ആയിട്ട്. അപ്പൊ നമ്മൾ ഈ ഫങ്ഷൻസ് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് ഇൻഡിക്കേഷൻസ് എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ വന്നിട്ട് ഒരാൾക്ക് പെട്ടെന്ന് ബോഡി ഹീറ്റ് തോന്നി, തലയിൽ തോന്നി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ അതേമാതിരി തന്നെ വാട്ടർ പോയിന്റ്സിനെയൊക്കെ വന്നിട്ട് റെഗുലർ ആയിട്ട് ഇങ്ങനെ ഒരു പേനയോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടോ അല്ലെങ്കിൽ പമ്പ് ചെയ്തിട്ടോ കുറച്ചു നേരം ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ മാറ്റം കിട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, വേദന സാറേ ചെയ്യുമ്പോ അവിടെ വേദന വരുന്നെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ ഇന്ന് ചെയ്യൂ, കുറച്ചു നേരം ഒരുപാട് മറ്റേ അഫോർഡബിൾ പെയിൻ ഇന്ന്, നാളെ നോക്കൂ മാറ്റം വരും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ സ്പ്ലീനിന് നിങ്ങൾക്ക് മറ്റേ എന്താ പറയാ അപ്പൊ ശരീരത്തിനകത്തൊക്കെ എവിടെയെങ്കിലും നീർക്കെട്ടോ അല്ലെങ്കിൽ സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദഹന പ്രക്രിയയിലോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ചെറുതായിട്ട് കാണും, അല്ലാതെ പെയിൻ വരത്തില്ല. ഓക്കെ, നമുക്കത് അറിയണമെന്നില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മാറ്റം വരും. ഓക്കെ, നീരുള്ള ആളാണോ നിങ്ങൾ? കാലില് മറ്റേ എന്താ പറയാ കാലിന്റെ ആ ബോണിന്റെ അവിടങ്ങളിലൊക്കെ പ്രസ് ചെയ്ത് കൈയെടുത്തു കഴിഞ്ഞാല് അവിടെ ഒരു കുഴി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ശരീരത്തിനകത്ത് ചെറുതായിട്ട് നീരുണ്ട് എന്നർത്ഥം. അപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ഇത് ചെയ്യൂ, മാറ്റം ഉണ്ടാവും. ഓക്കെ, SP3 is one of the major tonifying points of the body and is very commonly used. ഈ SP3 എന്നുള്ള പോയിന്റ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ്. ശരീരത്തിനെ ടോണിഫൈ ചെയ്യാൻ ഉപയോഗിക്കാൻ നമ്മൾ പൊതുവെ LI4ഉം LI11 ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ SP3 എന്നുള്ളത്. പല പോയിന്റ്സിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ചില ആളുകൾ പോയി കഴിഞ്ഞാൽ LI4 ഇടാതെ ഒരു ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യില്ല. ചിലവർക്ക് DU20 ആയിരിക്കും, ചിലവർക്ക് SP5 ആയിരിക്കും, ചിലവർക്ക് പെരിക്കാർഡിയം ചാനലിലെ പോയിന്റ്സ് ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വൺ ഓഫ് ദ കോമൺ ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റ് ആണ് ഈ SP3 എന്നുള്ളത്. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇതിനു മുമ്പ് SP2 ആൻഡ് SP3 കണ്ടിരുന്നു. ഓക്കെ, അടുത്തത് SP4 എന്നുള്ള പോയിന്റ് ആണ്. അതായത് നമ്മുടെ മെറ്റാ ടാർസൽ ബോണിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന മറ്റേ ബൾജിങ്ങിന്റെ തൊട്ടടുത്തുള്ള കുഴിയായിരുന്നു SP3. അവിടുന്ന് പിന്നെ നമ്മൾ പാദത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തള്ളവിരല് ഈ LU10 ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ബോൺ അതേ ഷേപ്പിലാണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതേമാതിരി തന്നെ ഒരു ജോയിന്റ് നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ SP4ഉം അതേമാതിരി തന്നെ K2ന്റെ പോയിന്റും അടുത്തടുത്ത് വരും. അതായത് SP4 എന്നുള്ളത് ജോയിന്റിന് മുമ്പിലും ആ ജോയിന്റിന്റെ അവിടെ തന്നെയാണ് SP2ഉം വരിക. ഈ 2 പോയിന്റിൽ ഏതെങ്കിലും ഭാഗത്ത് പെയിൻ ഉണ്ടാവും. ഈ പെയിൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് ഡയഗ്നോസ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ലോവർ ബാക്കിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പോയിന്റിൽ പെയിൻ വരും. കിഡ്നി മെറീഡിയനിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എനർജി ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ SP4 ആൻഡ് K2 ഭാഗങ്ങളിലൊക്കെ പെയിൻ ഉണ്ടാവും. അതേമാതിരി SP3 നിങ്ങൾ മസാജ് ചെയ്ത പോലെ തന്നെ ഈ ആ പാന ഉപയോഗിച്ചിട്ട് നിങ്ങൾ എൻറ്റയർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്.
നമ്മൾ റിഫ്ലക്സോളജിയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ടിബറ്റിൻ മർമയിലൊക്കെ ആണെങ്കിലും ശരി, ഈ സ്ഥലത്തിനെ വന്നിട്ട് സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് പ്രഷർ ചെയ്യുന്ന സമയത്ത് പെർട്ടിക്കുലർ ആയിട്ട് എവിടെയെങ്കിലൊക്കെ വേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനെ അവിടെ ഒരു എന്താ പറയാ സമോടോപ്പ് അല്ലെങ്കിൽ അതിനെ നിങ്ങളുടെ ശരീരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് ഭാഗത്ത് പെയിൻ വരുന്നുണ്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്ട്രക്ചറലി അവിടെ ചെറിയൊരു ഇംബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ SP2 SP3യുടെ അവിടെ പെയിൻ വരുന്നുണ്ട്, SP2വിന്റെ അവിടെ പെയിൻ വരുന്നുണ്ടെങ്കിൽ സ്പ്ലീനിനല്ല ഇഷ്യൂ എങ്കിൽ പോലും ഉറപ്പായിട്ടും റെഗുലർ ആയിട്ട് കഴുത്ത് വേദനയോ ഷോൾഡർ പെയിനോ ഉള്ള ഒരാളായിരിക്കാം. അതേമാതിരി SP4ന്റെയും SP3ന്റെ ഇടയിലാണെങ്കിൽ മിഡ് തൊറാസിക്കിന്റെ ഇഷ്യൂസിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവാം. അതേമാതിരി SP4 SP5ന്റെ ഭാഗത്താണ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ലുംബാറുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിന്റെ കുറച്ച് ഇപ്പുറത്ത് താഴേക്ക് വരികയാണെങ്കിൽ കോക്സിക്സ് ആൻഡ് പെൽവിക് റീജിയനിൽ പെയിൻ ഉണ്ടെങ്കിലും അതിവിടെ റെഫർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പ്ലീൻ മെറീഡിയൻ SP1 തൊട്ടിട്ട് ഏകദേശം നമ്മളുടെ അതായത് ഈ മെല്ലുലാസ് പൊന്തി നിൽക്കുന്ന ബോണിന്റെ താഴെ വരെയുള്ള ഭാഗങ്ങളിൽ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പേഷ്യന്റിന്റെ ഏതെങ്കിലും സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ്. കാരണം ഞാൻ ഡോൺ തെറാപ്പി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യാറ് എപ്പോഴും. പലരുടെയും ഒരു സിറ്റിംഗ് കഴിഞ്ഞ് അടുത്ത സിറ്റിംഗിലേക്ക് വരുമ്പോൾ എത്ര മാറ്റം വന്നു എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്യാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ സ്പ്ലീൻ മെറീഡിയന്റെ ഇതേ ഭാഗവും അതേപോലെ തന്നെ മറ്റേ UB മെറീഡിയനും അതേമാതിരി ഗാൽ ബ്ലാഡർ മെറീഡിയന്റെ ഭാഗത്ത് രണ്ടവിടെയും പ്രഷർ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ സാധാരണ നോക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയാ ക്ലയന്റിന്റെ ലെഫ്റ്റ് ലെഗില് GB ഭാഗത്താണ് GB34 ആ ഭാഗത്ത് വരികയാണെങ്കിൽ അവർക്ക് മസിൽ റിലേറ്റഡ് ആയിട്ട് ലോവർ ബാക്കിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതേ സമയത്ത് SP4 K2വിന്റെ അവിടെയാണ് പെയിൻ കൂടുതലെങ്കിൽ അത് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് പല ആൾക്കാരിലും ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഇത് പറഞ്ഞു, നമ്മൾ TCM ആയിട്ട് ബന്ധമില്ല, നമുക്ക് ബാക്കിയുള്ള സിസ്റ്റത്തിനെയും കൂടെ നമുക്ക് ഇവിടെ മെർജ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ SP4 എന്നുള്ള പോയിന്റ് ആണ്. ഇത് എക്സ്ട്രാ പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്, നമ്മുടെ ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ വരുന്നതല്ല. On the medial aspects of the foot in the depression distal and inferior to the base of the first metatarsal bone. Metatarsal bone ആംഗിളിലെ കാലിലെ ആംഗിൾ ബോണായിട്ട് ജോയിൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുള്ള അവിടെയും ചെറിയൊരു കുഴി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒട്ടുമിക്ക ആളുകൾക്കും കുറച്ചെങ്കിലും പെയിൻ ഉണ്ടാവും. ഓക്കെ, ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സ്പ്ലീനും സ്റ്റൊമക്കുമായിട്ട് പോകുന്ന, അതായത് സ്പ്ലീനിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പോകുന്ന ഒരു മറ്റേ ലൊക്കേഷൻ ആണ്. അത് കൂടാതെ ഇതൊരു മാസ്റ്റർ പോയിന്റ് ആണ്. ചാങ്വായി മെസൽ എന്ന് പറയുന്ന വെസൽസിന്റെ പെരിക്കാർഡിയം 6ഉം ഈ പോയിന്റും കൂടെ നിങ്ങൾ നീഡിൽ ചെയ്യുന്നത് ആ ചോങ്മായി വെസൽസിനെ ട്രീറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ചോങ്മായി എന്നുള്ളത് എക്സ്ട്രാ ഓർഡിനറി വെസൽസിൽ വരുന്നതാണ്. അപ്പോൾ ഈ മാസ്റ്റർ പോയിന്റും കപ്പിൾ പോയിന്റും ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8 എക്സ്ട്രാ ഓർഡിനറി വെസൽസിൽ പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഈ ഓരോ വെസൽസിലെയും 2 പോയിന്റ്സ് പഠിച്ചാൽ മതി. 2 മെറീഡിയൻ പോയിന്റ് ആയിട്ടാണ് വരിക. ഈ പോയിന്റ്സ് ട്രീറ്റ് ചെയ്താൽ തന്നെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഇതേമാതിരി തന്നെ ഗ്യാസുമായിട്ട് ഇതിനകത്ത് സ്റ്റൊമക്ക് ആൻഡ് സ്പ്ലീനിലെ കാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും അതേമാതിരി തന്നെ ഡൈജഷൻ സിസ്റ്റത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റും കോമൺ ആയിട്ട് വരും. അതേമാതിരി സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് തുടങ്ങിയിട്ട് വയറൊക്കെ വീർത്തിട്ട് പാറ പോലെ ഉണ്ടാവും ചിലർക്ക്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ SP4 നിങ്ങൾ റെഗുലർ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂസിന് മാറ്റം വരാം. ഇതേപോലെ ഈ ഒരു പാനി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്താൽ പോലും എവിടെയെങ്കിലും പോയിരിക്കുന്നു, കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളൊരു ചെറിയൊരു പേനയോ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ജസ്റ്റ് അവിടെ കുറച്ചു നേരം മസാജ് ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അതേമാതിരി തന്നെ പുവർ അപ്പീറ്റേറ്റ്, വിശപ്പില്ലായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് റെഗുലർ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലൈസ് ചെയ്യാൻ പറ്റും. പെയിൻ അറൌണ്ട് ദ അംബ്ലിക്കൽ റീജിയൻ, പൊക്കിളിന്റെ വശങ്ങളിൽ ചുറ്റും ഉണ്ടാവുന്ന പെയിൻ മാറാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഡയറിയയ്ക്ക് നല്ലതാണ്. മോഷൻ പോകുന്ന സമയത്ത് അതിനകത്ത് ബ്ലഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. എപ്പിഗാസ്ട്രിക് പെയിൻ അതേമാതിരി അപ്പർ ചെസ്റ്റ് റീജിയനിൽ വരുന്ന പെയിനും അതേമാതിരി ലോവർ പെയിനിലും നമുക്ക് നല്ലതാണ്. ചെസ്റ്റിൽ ഉണ്ടാവുന്ന കൺജഷൻ മാറാൻ നല്ലതാണ്. കാരണം ഇത് വന്നിട്ട് ചോങ്വായി മെസൽസിന്റെ ആണ്, പെരിക്കാർഡിയം 6ഉമായിട്ട് കപ്പിൾ ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ പെരിക്കാർഡിയം 6 എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ചെസ്റ്റ് റീജിയനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ SP4ഉം P6ഉം വന്നിട്ട് ഒരു
മറ്റേ എന്താ പറയുക ഇന്റേണലി അതൊരു എന്താ പറയുക കോമ്പിനേഷൻ പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറയാനല്ലോ, ട്രംപ് പറയാറുണ്ടല്ലോ, അതായത് ഇന്ത്യക്ക് ടാരിഫ് കൂട്ടിയത് കൊണ്ടാണ് പുടിൻ സംസാരിക്കാൻ വന്നത്, കാരണം അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ ഈ SP4 and PC6 കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ചെസ്റ്റ് റീജിയൻ ഇഷ്യൂസിനാണെങ്കിൽ. ഓക്കെ, പിന്നെ ബ്ലഡ് ഇഷ്യൂസ് പറഞ്ഞു, എപ്പിഗാസ്ട്രിക് പെയിൻ, ചെസ്റ്റ് കൺജഷൻ, ഡിസ്റ്റൻഷൻ ഇൻ ദ ഹൈപ്പോകോൺട്രിയം ഏരിയ. അതേമാതിരി തന്നെ നമ്മൾ പറഞ്ഞു ഓൾറെഡി മറ്റേ ചോങ്മായി വെസൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇറഗുലർ മെൻസ്ട്രേഷൻ. അതേമാതിരി തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാസന്റെ ഒക്കെ പ്രോപ്പറായിട്ട് പോയി സെറ്റ് ചെയ്യാനുള്ളത്. അതേമാതിരി തന്നെ സർജറി കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്ന മറ്റേ മയക്കം, ഇതിനെല്ലാം തന്നെ ഈ 2 പോയിന്റും വളരെ നല്ലതാണ്. SP4 and P6 പോയിന്റ്. അതായത് സ്പ്ലീനിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു, അതേമാതിരി തന്നെ മിഡിൽ ജിയോനെ ഹാർമണൈസ് ചെയ്യുന്നു, റിസോൾവ്സ് ഡാംപ്നെസ്, റെഗുലേറ്റ്സ് ചോങ്മായി വെസൽ, റെഗുലേറ്റ്സ് മെൻസ്ട്രേഷൻ. അപ്പൊ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, മിഡ് ജിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിഡ് ജിയോയിൽ വരുന്ന ഓർഗനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും നിങ്ങൾക്ക് ഈ പോയിന്റ് യൂസ് ചെയ്യാൻ പറ്റും. SP4 ഒരു ഗൈനക്കോളജിക്കൽ പോയിന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റ് കൂടിയാണ്. ഏതാ സാർ? SP4ഉം P6ഉം സ്ത്രീകൾക്കാണെങ്കിൽ SP4 കൊടുക്കുക, ഇടതു ഭാഗത്ത് കൊടുക്കുക. അത് നമ്മൾ മറ്റേ സോറി, അത് നന്നായി പറഞ്ഞത്, താങ്ക് യു. അതായത് നമ്മൾ ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ കോമ്പിനേഷനിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരെണ്ണം ലെഫ്റ്റിലും ഒരെണ്ണം റൈറ്റിലും. അതിൽ സ്ത്രീകൾക്ക് ലെഫ്റ്റിലാണെങ്കിൽ ആണുങ്ങൾക്ക് റൈറ്റ് സൈഡാണ് പോയിന്റ് യൂസ് ചെയ്യേണ്ടത്. താങ്ക് യു സാർ ഓർമ്മപ്പെടുത്തിയതിന്. സാർ അവിടെ ഒരു ഇതുണ്ട് വരുന്നുണ്ട്, സ്ത്രീകൾക്ക് റൈറ്റ് സൈഡ് ടോണിഫിക്കേഷൻ ആയിട്ടും ലെഫ്റ്റ് സൈഡ് സഡേഷൻ ആയിട്ടും. ഓക്കെ, താങ്ക് യു. അതെനിക്ക് ലെഫ്റ്റ് സൈഡ് സഡേഷൻ എന്നുള്ളത് പുതിയ അറിവാണ്. കാരണം നമ്മൾ സ്റ്റിമുലേഷൻ സൈഡ് മാത്രമാണ് ഫോക്കസ് ചെയ്ത. അപ്പൊ പെണ്ണുങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലാണ് ചെയ്യുന്നതെങ്കിൽ ആണുങ്ങൾക്ക് റൈറ്റിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല സാർ, ഇതില് വരുന്നത് പുരുഷൻ ലെഫ്റ്റ് ആണ് സ്ത്രീ എന്നത് കൊണ്ട് തന്നെ നമ്മുടെ പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അവരുടെ P6 SP4 ടോണിഫിക്കേഷൻ കൊടുക്കുക. അതായത് P6 സഡേഷൻ ആയിട്ടും കൊടുക്കാം. അതായത് അവർക്ക് വരുന്ന അല്ലെങ്കിൽ മറ്റേ പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് മറ്റേ ഇമ്പോർട്ടൻസ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് ശരിയാവും. സ്ത്രീകൾക്കാണെങ്കിൽ ഇറഗുലർ മെൻസ്ട്രേഷന്, അതുപോലെ തന്നെ PCOD പോലത്തെ ബുദ്ധിമുട്ടുകൾ, ബ്ലീഡിങ് ഓവർ, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന പ്രശ്നം, അതിന് ഈ രീതിയിൽ സ്ത്രീകൾക്ക് വലതു ഭാഗത്ത് കൊടുക്കുക. P6 വലതു ഭാഗത്ത് മാസ്റ്റർ പോയിന്റും ഇടതു ഭാഗത്ത് കപ്പിൾ പോയിന്റും. അതന്നെ ഫിംഗർ ലെങ്ത് നോക്കിയിട്ടാണെങ്കിൽ ആ ഭാഗം സഡേഷൻ ആണ് ചെയ്യേണ്ടത്. താങ്ക് യു. ആണുങ്ങൾക്ക് നേരെ തിരിച്ച്. അത് നമ്മൾ മറ്റേ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് പറയുമ്പോൾ പ്രത്യേകം അത് മെൻഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പിഗാസ്ട്രിക് റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കയ്യിലത്തെ വരുന്നതാണെങ്കിൽ മെറ്റാകാർപ്പലും കാലിലെ മെറ്റാടാർസലും പറയുന്ന പോലെ എപ്പിഗാസ്ട്രിക് ഏരിയ, ഹൈപ്പോകോൺട്രിക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ഏരിയയിലാണ്. മറ്റേ അംബ്ലിക്കൽ റീജിയൻ അല്ലെങ്കിൽ റുംബാർ റീജിയൻ എന്ന് പറയുന്നത് മിഡ് ജിയോയിൽ വരുന്നതാണ്. ഹൈപ്പോഗാസ്ട്രിക് ഏരിയ അല്ലെങ്കിൽ ഇലിയാക് റീജിയൻ എന്ന് പറയുന്നത് താഴ്ഭാഗത്ത് വരുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഇട്ട് വെച്ചു എന്ന് മാത്രം. കാരണം ഇടയ്ക്കിടയ്ക്ക് വാക്കുകൾ വരുമ്പോൾ ഏത് ഭാഗം എന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി. അടുത്തത് SP5 ആണ്. SP5 വന്നിട്ട് മെറ്റൽ പോയിന്റ് ആണ്. SP5 എന്ന് പറഞ്ഞിട്ട് മറ്റേ പല ആൾക്കാരുടെയും, നമ്മളിപ്പോ SP3 പറഞ്ഞു, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന്. ആക്ച്വലി SP5ഉം അതേപോലെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഫസലുർ റഹ്മാൻ സാറോട് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ SP5 ആണ് ദ ബെസ്റ്റ് പോയിന്റ് എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് ലൊക്കേഷൻ ആൾറെഡി അറിയാം. ഓൺ ദ ഡിപ്രഷൻ ഡിസ്റ്റൽ ആൻഡ് ഇൻഫീരിയർ ടു ദ മീഡിയൽ മെല്ലുലോസ് ബോണ്ട്, മിഡ് പോയിന്റ് ബിറ്റ്വീൻ ദ ട്യൂബോസിറ്റി ഓഫ് ദ നാവിക്കുലാർ ബോൺ ആൻഡ് ദ ടിപ്പ് ഓഫ് ദ മീഡിയൽ മെല്ലുലാസ്. അതായത് ഒന്നുമില്ല, അവിടെ ഇപ്പൊ ഇവിടെ എന്റെ മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മൗസ് പോയിന്റർ കാണുന്നുണ്ടോ? ഓക്കെ, ഈ പൊന്തി നിൽക്കുന്ന ഇവിടുന്ന് ഒരു ലൈൻ നേരെ താഴെയും വരയ്ക്കുക,
ഈ മെല്ലുലാസ് ബോണിന്റെ താഴെയുള്ള ബോണിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വഴ ഇരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ഭാഗം എങ്ങനെയാണോ നമ്മൾ നെയിൽ കോർണറിലെ പോയിന്റ്സ് എടുക്കുന്നത്, അതേപോലെ തന്നെയാണ് ഈ മറ്റേ തള്ളവിരലിന്റെ ഭാഗത്തേക്ക് പൊന്തി നിൽക്കുന്ന ബോണിന്റെ ആ എഡ്ജിന്ന് ഒരു വര താഴോട്ടും വരയ്ക്കുക. അതേമാതിരി തന്നെ ഈ ബോണിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരയ്ക്കുക. ഇത് രണ്ടും കൂടി ചേരുന്ന ഭാഗമാണ് SP5 എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതിലുണ്ടല്ലോ, സോറി, SP5 എന്നുള്ളത്. ഓക്കെ, ഈ ലൊക്കേഷനാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ബോണിന്റെ മുകളിലാണെങ്കിൽ പോലും നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു കുഴിയായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ബോണിലേക്ക് പോകാൻ പറ്റില്ല. SP5 വളരെ നല്ലൊരു പോയിന്റ് ആണ്. നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും കുറെ കാര്യങ്ങൾക്ക് SP5 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ പ്രത്യേകിച്ച് ചെറിയൊരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഫങ്ഷൻസ് നോക്കുക. സ്ട്രെങ്തേൺസ് സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക്. സ്പ്ലീനും സ്റ്റൊമക്കിനെയും സ്ട്രെങ്തേൺ ചെയ്യുന്നു. റിസോൾവ്സ് ഡാമ്പിനെസ്സിനെ റിസോൾവ് ചെയ്യുന്നു. ഡാമ്പിനെസ് റിസോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സർക്കുലേഷൻ നന്നായിരിക്കണം. ഇപ്പൊ ബാക്കിയുള്ള പോയിന്റിനേക്കാളും ഈ പോയിന്റിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ മിനിറ്റ്, ആരോ ക്ലാസ്സിൽ കയറാനുണ്ട് തോന്നുന്നു. ഒരു മിനിറ്റ് നോട്ടെ, ആരെങ്കിലും വെയിറ്റ് ചെയ്യണ്ട, ഒരു മിനിറ്റ് നോക്ക്. ആരാണ് നോക്ക്? ഇല്ല, ആരുമില്ല. തിരിച്ചു വിളിച്ചു, ആരാണ് നോക്കി. എന്താന്ന് വെച്ചാല് ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജിങ് റിവർ പോയിന്റ് ആണ്. സ്പ്ലീൻ മെറീഡിയന്റെ മെറ്റൽ പോയിന്റ് ആണിത്. പെയിൻ ഇൻഡിക്കേഷൻ വന്നിട്ട് ഫുട്ട് ആൻഡ് ആംഗിൾ പെയിന് നല്ലതാണ്. ഹെമറോയിഡ്സ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അബ്ഡമിനൽ ഡിസ്റ്റൻഷൻ ആൻഡ് പെയിൻ, ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയവയ്ക്ക് നല്ലതാണ്. ശരീരത്തിനകത്ത് മറ്റേന്ന് വെച്ചാൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ല പറഞ്ഞില്ലേ, എന്താ പറയാ, മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നമ്മൾ സാധാരണ GB14 എന്നുള്ള പോയിന്റ് പറയാറുണ്ട്. കണ്ണിന്റെ പിരികത്തിന്റെ മുകളിൽ ശരീരത്തിന് എവിടത്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ. ശരിക്കും അതിൻ്റെ ഒപ്പം SP5 നിങ്ങൾ കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇത് മൊത്തത്തിലുള്ള സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്. പിന്നെ ആ ഭാഗം കുറച്ചൊരു സ്പോഞ്ചി ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പോയിന്റ്സിനേക്കാൾ എളുപ്പത്തിൽ ഇതിനെ നിങ്ങൾക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റുമ്പോൾ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വളരെ നല്ല പോയിന്റ് ആണ് SP5 എന്നുള്ളത്. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. SP6 നമ്മൾ LI4 പോലെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണ് SP6 എന്ന് പറയുന്നത്. LI4 ഇങ്ങനെ കുറെ എഴുതാൻ പറ്റും. അതേമാതിരി SP6 കുറെ വാരി വലിച്ച് നമുക്ക് എഴുതാൻ പറ്റും. വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് SP6. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെറീഡിയൻ പഠിക്കുന്ന സമയത്ത്, മെറീഡിയന്റെ പാത്ത് വേ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലിവർ ഒരു ഭാഗത്തുകൂടെ പോവും, സ്പ്ലീൻ ഒരു ഭാഗത്തുകൂടെ പോവും, കിഡ്നി ഒരു ഭാഗത്തുകൂടെ പോകുമെങ്കിൽ പോലും ഇന്റേണലി SP6 എന്നുള്ള പോയിന്റിലേക്ക് ലിവർ എന്നൊരു കണക്ഷൻ വന്നിട്ടാണ് പോകുന്നത്. അതേമാതിരി തന്നെ എന്താ പറയാ, കിഡ്നിയുടെ പോയിന്റും SP6 വന്ന് ടച്ച് ചെയ്തിട്ടാ പോവാ. എങ്ങനെയാണ് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യണമെന്ന് വെക്കുക. നമുക്ക് ബാങ്കിലെ ഡ്യൂട്ടി ആണെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 100 മീറ്ററോ 200 മീറ്ററോ അകത്താണ് നമ്മുടെ വീടെങ്കിൽ, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും വന്നിട്ട് ചായ കുടിക്കണ സമയമാണെങ്കിൽ ചായ കുടിക്കാൻ വേണ്ടി പോവുക. ആഹാരം കഴിക്കണ സമയത്ത് ആഹാരം കഴിക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് പോകുമ്പോൾ പൊതുവെ നമ്മുടെ പാത്ത് എങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിൽ കൂടി തന്നെയാണ് പോകേണ്ടത്. പക്ഷെ പോണ വഴിക്ക് ഒരു ചെറിയൊരു ഷണ്ടിങ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് അവിടെ പോയിട്ട് 2 മിനിറ്റ് ഇരുന്നിട്ട് വരുന്നത് പോലെ ഈ മെറീഡിയൻ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും ലിവർ മെറീഡിയൻ ആണെങ്കിലും ശരി, കിഡ്നി മെറീഡിയൻ ആണെങ്കിലും ശരി, സ്പ്ലീനിനെ പോയിട്ട് ഒന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകുള്ളൂ. എറുമ്പുകളൊക്കെ പോകുമ്പോൾ 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്നത് പോലെ തമ്മിൽ എന്തൊക്കെയോ സിഗ്നൽ കൈമാറാറില്ലേ? സോ അതേമാതിരി മെറീഡിയൻ നമ്മൾ പറയുന്ന സമയത്ത് അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പോലും ഈ SP6 എന്ന് പറയുന്നത് 3 ഇൻമെറീഡിയൻസ് ജോയിൻ ചെയ്യുന്ന, കാലിലെ പ്രധാനപ്പെട്ട 3 ഇൻമെറീഡിയൻസ് അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട 3 ഇൻമെറീഡിയൻസ് ജോയിനിങ് പോയിന്റ് ആണ് SP6 എന്ന് പറയുന്നത്. ശരിക്കും കണക്ടിങ് പോയിന്റ് എന്നും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ, ക്രോസിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും. അതായത് അപ്പോൾ ഈ ഒരു പോയിന്റ് SP6 നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് നോട്ട് ഓൺലി സപ്പോർട്ട് സ്പ്ലീനിന്റെ പെയർഡ് ഓർഗനാണ് സ്റ്റൊമക്ക്. അതേപോലെ തന്നെ ഇതിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് കിഡ്നിയും ലിവറും. അപ്പോൾ
കിഡ്നി, ലിവർ, സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്ക് 4നെയും ഈ പോയിന്റ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ചില മാറ്റങ്ങൾ ശരീരത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാം വാരി എഴുതാൻ പറ്റില്ല, എന്നാലും കുറെ എഴുതിയെന്ന് മാത്രം. കാരണം കണ്ടത് എഴുതാൻ ഇരിക്കാൻ. പക്ഷെ പ്രത്യേകം ചെയ്യാനുള്ള ഒരു കാര്യം കൂടികളാണ് SP5ഉം അതേമാതിരി തന്നെ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ചില പുസ്തകങ്ങളിലുണ്ട്. അതേമാതിരി തന്നെ SP6ഉം. ഓക്കെ, SP5ഉം SP6ഉം വളരെയേറെ പ്രാധാന്യമാണ് പ്രഗ്നൻസി പീരിയഡിൽ. ആദ്യത്തെ 3 മാസം കഴിയുന്നതും ഈ പോയിന്റ്സ് ഒന്നും ഒരു കാരണവശാലും നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോ ഇൻഡിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ മെൻസസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഫീമെയിൽ പോയിന്റ് എഴുതി വെക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മെൻസസ് സൈക്കിളുമായിട്ട് എന്തൊക്കെ രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിനും ഉപയോഗിക്കാം. ഓക്കെ, അത് മറ്റേ എന്താ പറയാ, അതേമാതിരി തന്നെ അബ്ഡമനിലും മാസ് ഗ്യാതറിങ്, അതായത് മറ്റേ മസിൽസ് ഫാറ്റ് കണ്ടന്റ് ഒക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നമുക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. യൂട്രസ് പ്രൊലാപ്സിന് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ മറ്റേ അതായത് നമ്മൾ UB67 പ്രസവത്തിന്റെ സമയം അടുക്കാറാകുമ്പോൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഇനിയൊരു പോയിന്റും കൂടിയാണ് SP6. അതേമാതിരി തന്നെ പല ക്ലയൻസിനും അകത്ത് മറ്റേ ഡിലേഡ് മറ്റേ മെൻസസ് സൈക്കിളിനൊക്കെ കറക്റ്റ് ചെയ്യാൻ ഈ പോയിന്റ് ഒരെണ്ണം കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേമാതിരി തന്നെ മറ്റേ ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള കോൺഷ്യസ്നെസ് വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോയിന്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ കോൺഷ്യസ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതേമാതിരി തന്നെ അതായത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി, ഡ്രീമിൽ ഉണ്ടാകുന്ന എമിഷൻസ്, പ്രീമെച്യൂർ ഇജാക്കുലേഷൻസ്, അതായത് സെക്ഷൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ജെനിറ്റിയൽ ഓർഗനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിനും ഉപയോഗിക്കുക. അതിന്റെ കൂടെ പ്രൊലാപ്സും ഹെർണിയയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ബെഡ് വെറ്റിങ്ങിന്, യൂറിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, യൂറിൻ ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ യൂറിനേഷനിൽ പെയിൻഫുൾ ആയിട്ടുണ്ട്, മൂത്ര കടച്ചിലാണ്, അല്ലെങ്കിൽ മൂത്രത്തിലൂടെ ബ്ലീഡിങ് പോകുന്നുണ്ട്, എല്ലാത്തിനും ഈ പോയിന്റ്സ് ഉപയോഗിക്കുക. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഇഷ്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്യുന്നതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പോയിന്റ്സ് ഉപയോഗിച്ച് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് അതിനുശേഷം അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ നോക്കിയാൽ മതി. നമുക്കറിയാം വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. അതേമാതിരി തന്നെ കാലുകൾ പാരാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മസ്കുലർ പെയിൻ ഉണ്ടെങ്കിൽ, അതേമാതിരി തന്നെ മസ്കുലർ ആട്രോഫി ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഈ പോയിന്റ്സ് വളരെ യൂസ്ഫുൾ ആണ്. അതേമാതിരി തന്നെ സ്കിന്നിനുണ്ടാവുന്ന ഇഷ്യൂസിൽ പ്രത്യേകിച്ച് അട്ടിക് ഏരിയ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറാൻ വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ അട്ടിക് ഏരിയ ചെയ്യുന്നവരുടെ ഡയറ്റ് പാറ്റേൺ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ബ്ലഡിൽ ഹീറ്റ് കൂടുന്ന ഫുഡ്സിന് അവോയ്ഡ് ചെയ്യാൻ പറയുക. അതേപോലെ തന്നെ ഓയിലി ഐറ്റംസ് ഉപയോഗിക്കുന്നതും കുറയ്ക്കാൻ പറയാം. പിന്നെ ഉറക്കക്കുറവിന് നല്ലതാണ് ഹെഡ് ഏക്ക്, ഡിസ്നെസ്. ഓക്കെ, അതേമാതിരി തന്നെ ശരീരത്തിന്റെ അപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന, വയറ്റിലുണ്ടാവുന്ന, ഹൈപ്പോകോൺട്രിക് ഏരിയയിൽ ഉണ്ടാവുന്ന പെയിനിന് വളരെ നല്ലതാണ്. സ്ട്രെങ്തേൺ ദ സ്പ്ലീൻ ആൻഡ് സ്റ്റൊമക്, റിസോൾവ്സ് ഡാംപ്നെസ്, ഹാർമണൈസ് ദ ലിവർ, സ്ട്രെങ്തേൺസ് ദ കിഡ്നി. അപ്പൊ ഇത്രയും ഓർഗനായി, സ്പ്ലീനായി, സ്റ്റൊമക്കായി, ലിവറായി, കിഡ്നിയായി 4 ഓർഗന് അറ്റ് എ ടൈം നമുക്കിവിടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും SP6 ഉപയോഗിക്കുന്നതിലൂടെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നൊറിഷ്യസ് ബ്ലഡ് ആണ്. അങ്ങനെ ബ്ലഡ് നൊറിഷ് ആകുമ്പോൾ ചീയുടെ സർക്കുലേഷനും ഇമ്പ്രൂവ് ആകും. അത് തന്നെ ഇൻഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. മെൻസസ് സൈക്കിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതേമാതിരി തന്നെ ബ്ലഡിനെ കൂൾ ചെയ്യുന്നു, അതിന്റെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, യൂറിനേഷനെ കൺട്രോൾ ചെയ്യാൻ, വാട്ടർ പാസേജിനെ ക്ലിയർ ചെയ്യാനും വളരെ നല്ലതാണ്. പ്രഗ്നൻസി ടൈമിൽ മാത്രം ഇത് യൂസ് ചെയ്യേണ്ട. SP6 എന്നുള്ളത് ഈ മെല്ലുലാസ് ബോണിന്റെ 3 ചൂൺ മുകളിലാണ്. ഓക്കെ, ടിബിയ ബോണിന്റെ ബോർഡറോട് കൂടി ചേർന്നിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ ചില ആളുകൾക്ക് വന്നിട്ട് ഈ 3 ഫിംഗർ വിഡ്ത്തിനേക്കാളും ഒരു പൊടിക്ക് മുകളിലാണ് പെയിൻ വരുന്നതെങ്കിൽ, അപ്പോൾ നിങ്ങൾ SP6 പ്രസ് ചെയ്യാൻ പറയുന്ന സമയത്ത് 4 ഫിംഗർ വിഡ്ത്ത് അല്ലെങ്കിൽ 3 ചൂൺ അളവെടുത്തിട്ട് ഒരു ഫിംഗർ വിഡ്ത്ത് മുകളിലും അതിന്റെ താഴെയും ഈ കറക്റ്റായിട്ട് ഈ 3rd ചൂണിലും പ്രസ് ചെയ്ത് നോക്കിയിട്ട് ക്ലയന്റിന് ഏത് സ്ഥലത്താണോ, ഇത് ഞാൻ പറയുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ടല്ല, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട്, പെയിൻ എവിടെയാണോ കൂടുതൽ ആ ഭാഗത്ത് നീഡിൽ ചെയ്യാം. ലൊക്കേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ആൾറെഡി ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും.
സാർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. സാർ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ. അടുത്തത് SP7 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഓൺ ദ എക്സ്ട്രാ പോയിന്റ് ആണിത്. ഓക്കെ, ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ ലോവർ ലെഗ് 6 tune above the medial malleolus on the line connecting to the tip of the medial malleolus and SP9. അതായത് SP9 നിന്ന് നമ്മുടെ എന്താ പറയാ കാലിലെ മെല്ലുലാസ് ബോണിന്റെ ടിപ്പിലേക്ക് വന്നിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 ചൂൺ മുകളിലായിട്ട് വരും. ഈ നമ്മൾ SP3 SP6 മെഷർ ചെയ്യാൻ ആ മെല്ലുലാസ് ബോണിന്റെ ടിപ്പിൽ നിന്ന് നമ്മൾ 3 ചൂണാണ് എടുത്ത്, അല്ലെങ്കിൽ 4 ഫിംഗർ വിടുത്ത്. അതിന് പകരം 6 ചൂൺ എടുക്കുക, അല്ലെങ്കിൽ SP6 നിന്ന് 3 ചൂൺ കൂടെ മുകളിലുള്ള പോയിന്റ്സ് ആണിത്. ടിബിയ ബോണിനോട് കൂടി ചേർന്നിട്ട് തന്നെയാണ് വരിക. വയറിനകത്ത് ഉണ്ടാവുന്ന ശബ്ദം, അതായത് ഗ്യാസിന്റെയോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വരുന്ന പോലെ എല്ലാവരും ഇത് എപ്പോഴെങ്കിലൊക്കെ ഈ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, അതേമാതിരി പാരാലിസിസ് ആൻഡ് നംനംസ് ഓഫ് ദ ലോവർ എക്സ്ട്രിമിറ്റീസ്. ലോവർ എക്സ്ട്രിമിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ശ്രീകേഷ് വിളിക്കണ്ടോ, ഒന്ന് എടുക്കുവോ? അതായത് ടോണിഫൈസ് ദ സ്പ്ലീൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടോണിഫൈസ് ദ സ്പ്ലീൻ, റിസോൾവ്സ് ഡാമ്പിനെസ് ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതേപോലെ തന്നെ കാലുകളുടെ ആയിട്ടുള്ള പെയിൻ മാറാൻ വളരെയേറെ നല്ല പോയിന്റ് ആണ് ഇത്. ചിലവർക്ക് വന്നിട്ട് കുറച്ച് ദൂരം നടക്കുന്ന സമയത്ത് ഏകദേശം അതിന്റെ അടുത്തായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ പെയിൻ വരും. ആ പെയിൻ മാറാനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. കുറേയേറെ നടക്കുന്ന സമയത്ത് ചിലവർക്ക് ആ ഒരു ഏരിയ ഭാഗത്തായിട്ട് പെയിൻ വരും റെഗുലർ ആയിട്ട് കുറെ ദൂരം നടക്കുന്ന സമയത്ത്. അങ്ങനെയുള്ളവർക്ക് ഈ പോയിന്റ്സ് വളരെ എഫക്റ്റീവ് ആണ്. ലോക്കലായിട്ട് വർക്ക് ചെയ്യും. SP7 എന്നുള്ളത് SP6 3 ചൂൺ, അല്ലെങ്കിൽ ആ പൊന്തി നിൽക്കുന്ന ബോണിന്റെ അവിടുന്ന് 3 ചൂൺ മുകളിൽ ടിബിയ ബോണിന്റെ അടുത്ത് തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻസ്. ഓക്കെ, ഏതോ ഒരു ലൊക്കേഷൻ പറയുമ്പോൾ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. നോക്കാം. അടുത്തത് SP8 എന്നുള്ള പോയിന്റ് ആണ്. ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ ലോവർ ലെഗ് 3 ചൂൺ ബിലോ SP9. നമ്മളിപ്പോ എങ്ങനെയാണോ SP6 എടുത്തത്, ആ മെല്ലുലാസ് ബോണിന്റെ അവിടുന്ന് 3 ചൂൺ മുകളിൽ എടുത്തു. അതിന് പകരം SP9 നമുക്ക് ലൊക്കേഷൻ അറിയാം, കാൽമുട്ടിന്റെ അവിടെ ടിബിയ ബോണിന്റെ ആ വളവിലാണ്. അവിടുന്ന് 3 ചൂൺ നേരെ താഴെയുള്ള പോയിന്റ് ആണ് ഈ SP8. അതും സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്, പക്ഷെ ട്രാൻസ്പോർട്ടിങ് പോയിന്റിൽ വരില്ല. ഓക്കെ, സി ക്ലെഫ്റ്റ് പോയിന്റ് നമുക്കറിയാം, അതാത് മെറീഡിയനിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജിന് ക്ലിയർ ചെയ്യുന്ന പോയിന്റ് ആണ്. ഒരു മെറീഡിയനിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജസിനെ ക്ലിയർ ചെയ്യുന്ന പോയിന്റ് ആണ്. അബ്ഡമൽ പെയിന് നല്ലതാണ്, ഡയറിയയ്ക്ക് നല്ലതാണ്, പെയിൻഫുൾ ആയിട്ടുള്ള യൂറിനേഷന് നല്ലതാണ്, എഡിമ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. എഡിമയ്ക്ക് കുറെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ST36 ഒക്കെ ചില സമയത്ത് അമേസിംഗ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെർഫെക്റ്റ് നീഡ്ലിംഗ് ഇട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 25 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴേക്കും തന്നെ ആ സ്വെല്ലിങ് കുറയുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പക്ഷെ എല്ലാവരിലും കാണാറില്ല. പക്ഷെ ഒരുപാട് പേര് ക്ലയൻസ് തന്നെ അന്തം വിട്ടിട്ടുള്ള കേസുകളുണ്ട് ഈ എഡിമയുടെ കാര്യത്തിലൊക്കെ കേട്ടോ. അതേമാതിരി ഇറഗുലർ മെനിസ്ട്രേഷൻ, പെയിൻഫുൾ മെനിസ്ട്രേഷൻ, ഇൻവോളണ്ടറി സെമിൻ ഡിസ്ചാർജ്. ചിലവർക്ക് വന്നിട്ട് ഒന്നും വേണ്ട, തനിയെ തന്നെ എമിഷൻ ആവും. അതേമാതിരി തന്നെ ഷണ്ടത്വത്തിന് ഈ പോയിന്റ് നല്ലതാണ്. ലുംബാർ പെയിനിനും ഈ പോയിന്റ് നല്ലതാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹാർമോണൈസ് ദ സ്പ്ലീൻ, റെഗുലേറ്റ്സ് മെനിസ്ട്രേഷൻ ആൻഡ് ദ യൂട്രസ്, മൂവ്സ് ബ്ലഡ് ആൻഡ് റെഗുലേറ്റ്സ് ചി. വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് SP8. പക്ഷെ കോമൺ ആയിട്ട് ഇത് അങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. ഇതിന് പകരം പല ആളുകളും SP5-ഉം SP6-ഉം SP9-നാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. SP8 വളരെ നല്ല പോയിന്റ് ആണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരും ഇത് പ്രസ് ചെയ്ത് പോലും നോക്കാറില്ല. പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുക. കാരണം ഇതൊന്നാറി സി ക്ലെഫ്റ്റ് പോയിന്റും കൂടിയാണ്. ഓക്കെ, SP8 ലൊക്കേഷൻ SP9 നിന്നും 3 ചൂൺ താഴെയാണ്. ഓക്കെ, അതല്ല എങ്കിൽ ഈ മെല്ലുലാസ് ബോൺ എടുക്കുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 10 ചൂൺ മുകളിലാണ്. ലൊക്കേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, അതേമാതിരി തന്നെ
SP9 എന്നുള്ള പോയിന്റ് ആണ്. നമ്മളിപ്പോ 9 മണി ആവാറായി. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്ന് ഈ ഇതോടുകൂടി നിർത്താം, അല്ലെങ്കിൽ SP10 കൂടി നിർത്താം. പിന്നെ മറ്റേ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് അടുത്ത ക്ലാസ് 8:30 വെക്കാം. ഓക്കെ, അടുത്ത ബുധനാഴ്ച 8:30 നമ്മൾ ഇപ്പൊ ഷെഡ്യൂൾ ചെയ്യണത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആ ക്ലാസ്സിന് ശേഷം തീരുമാനിക്കാം. ഓക്കെ, SP9 ലൊക്കേഷൻ ഇത് വന്നിട്ട് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ് ആണ്. വാട്ടർ പോയിന്റിലാണ് വരിക. ഓൺ ദ മീഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ ലോവർ ലെഗ് ഇൻ ദ ഡിപ്രഷൻ ഓഫ് ദ ലോവർ ബോർഡർ ഓഫ് ദ മീഡിയൽ കൊണ്ടയിൽ ഓഫ് ദ ടിബിയ. നമ്മൾ തലയിൽ കൊണ്ട കെട്ടുന്ന പോലെ തന്നെയാണ് അതിന്റെ ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഹീസി പോയിന്റ് ആണ്, അതായത് വാട്ടർ പോയിന്റിലാണ്, കാരണം ഇൻമെറിഡിയൻ ആയതുകൊണ്ട്. ഇൻഡിക്കേഷൻ വന്നിട്ട് ഡൈസൂരിയ, ഇൻകണ്ടിന്യൂസ് യൂറിൻ, എഡിമ, അതായത് ശരീരത്തിനകത്ത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് എഡിമയും അതിന്റെ തന്നെയാണ്, യൂറിനേഷനും ഒക്കെ അതിന്റെ തന്നെയാണ്. അതിനെ മൂവ് ചെയ്യിക്കുക, ക്ലിയർ ചെയ്യിക്കുക, സ്മൂത്തായി പോയിപ്പിക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അത് എവിടെയൊക്കെ കണ്ടാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അബ്ഡമനൽ ഡിസ്റ്റൻസിന് ഉപയോഗിക്കാം, ഡയറിയയ്ക്ക് ഉപയോഗിക്കാം, ജോണ്ടിസിന് ഈ പോയിന്റ്സ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ പെയിൻ ഇൻ ദ മീഡിയൽ ആസ്പെക്ട്സ് ഓഫ് ദ നീ, മുട്ടിന്റെ മീഡിയൽ ഭാഗത്ത് വരുന്ന വേദന മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. കാരണം ഈ നീയുടെ ചുറ്റുമുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ നീനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതേമാതിരി തന്നെ പെന്നിസിൽ ആണുങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വേദനകൾ ഉണ്ടാവും, അതൊക്കെ മാറാൻ നല്ലതാണ്. ഡിസ്മെനോറിയക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ജനനേന്ദ്രിയത്തിൽ ഉണ്ടാകുന്ന പെയിൻ, അത് മാറാനും ഈ പോയിന്റ് നല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പോയിന്റ് നല്ലതാണ്. അവിടെ ഒരുപാട് എക്സസ് ഹീറ്റ് തോന്നുന്നുണ്ടെങ്കിലൊക്കെ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡാംപ്നെസ് റിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് ആണ് ഇത്, പ്രത്യേകിച്ച് ലോവർ ജിയോ. അതുകൊണ്ടാണ് യൂറിനേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ലോവർ ജിയോയിലെ ഡാംപ്നെസ് ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ വയറൊക്കെ ചാടിയിട്ടുള്ളവർക്ക്, ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ളവർക്ക് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് ഈ പോയിന്റ്സും കൂടെ ഉപയോഗിക്കാം. അവിടുത്തെ മറ്റേ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ട്. റെഗുലേറ്റ്സ് ദ സ്പ്ലീൻ, ഫ്രീസ് ദ വാട്ടർ പാസേജ് ആൻഡ് യൂറിനേഷൻ. ലോവർ ജിയോനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ടർ പാസേജ് ക്ലിയർ ആവും, അതുകൊണ്ട് യൂറിനേഷൻ നന്നായിരിക്കും. SP5 ഈസ് ദ പോയിന്റ് ഫോർ റിസോൾവിങ് ഡാംപ്നെസ്. അത് കോൾഡ് ഡാമ്പ് ആയാലും ശരി, ഡാമ്പ് ഹീറ്റ് ആണെങ്കിലും ശരി, പ്രത്യേകിച്ച് ലോവർ ജിയോ, അതായത് പൊക്കിളിന് താഴെയുള്ള ഭാഗത്ത് ഉണ്ടാവുന്ന കോൾഡ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം ഡാംപ്നെസ് ഉണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഹീറ്റ് ഡാമ്പ് ആണെങ്കിലും, ഏത് തന്നെയാണ്, അതായത് അവിടെ മറ്റേ ഫാറ്റ് കണ്ടന്റോ മാസായിട്ടോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുക, അത് തണുപ്പ് ഫീൽ ചെയ്താലും ചൂട് ഫീൽ ചെയ്താലും നിങ്ങൾക്ക് SP9 ഉപയോഗിക്കാം. അതേമാതിരി തന്നെ SP9 വന്നിട്ട് സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ SP10 സ്കിന്നിന് വളരെയേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, SP9 ലൊക്കേഷൻ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ എന്താ പറയുക, ടിബിയ ബോണിന്റെ കൊണ്ടയിലുള്ള ഭാഗം, കൊണ്ടയിലിന്റെ ഭാഗത്ത്, വളവ് വരുന്ന ഭാഗത്ത്, അവിടെയും അതേപോലെ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുക. പെയിൻ ഉള്ള ഭാഗത്തിന് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ SP10 കൂടി ഇന്ന് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, SP10 എന്നുള്ളത് സീ ഓഫ് ബ്ലഡ്. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഇഷ്യൂസിന് വന്നാലും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് അസുഖം ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, when the knee is flexed on the medial aspects of the thigh, the point is to tune above the medial-superior border of the patella on the bulge of the medial portion of femoris. Okay, femoris. ഇൻഡിക്കേഷൻ എന്താ വെച്ചാൽ മെൻസസ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ബ്ലഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അബ്ഡമനൽ ബ്ലീഡിങ് ഒക്കറിങ് ബിറ്റ്വീൻ റെഗുലർ മെൻസ്ട്രൽ പീരിയഡ്, അതായത് മറ്റേ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ അറിയോ അതിനൊക്കെ അത് ഉപയോഗിക്കാം. അട്ടിക്കേരിയ ബ്ലഡിൽ വരുന്ന അസുഖമാണ്, ബ്ലഡിന്റെ ഹീറ്റ് ആണ് കാരണം. അതേമാതിരി തന്നെ എസിമ, അതേപോലെ തന്നെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന സ്കിൻ ഡിസീസസിന് ഈ SP10 നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിലും, അത് ഏത് രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ ശരി. ഈ മൂവ്സ് ദ ബ്ലഡ്, അതായത് ബ്ലഡിനെ മൂവ് ചെയ്യാൻ വളരെയേറെ കഴിവുള്ള പോയിന്റ് ആണ്. കൂൾസ് ദ ബ്ലഡ്, ബെനിഫിറ്റ്സ് ദ സ്കിൻ, റെഗുലേറ്റ്സ് മെൻസ്ട്രേഷൻ. ആസ് ദ നെയിം സ്പെൽസ്, SP10 is the point for treating disorders relating to the blood status, heat in the blood. എന്ത് തന്നെ ആയിക്കോട്ടെ, ബ്ലഡ് എന്ന് പറയുന്ന സാധനം, നിങ്ങളൊരു ക്ലയന്റ് വരുമ്പോൾ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ഇഷ്യൂസ് പറയുകയാണെങ്കിലും മറ്റേ ധൈര്യമായിട്ട് ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ വൈറ്റ് കളർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് അവർ മുട്ടിൽ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തള്ളവിരൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും ലൊക്കേഷൻ. അത്യാവശ്യം നല്ല പെയിനുള്ള സ്ഥലം തന്നെയായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും. അതായത്
നിങ്ങളടുത്ത് വരുന്ന ക്ലയന്റിലെ 99% ആളുകൾക്കും ആ ഭാഗത്ത് പെയിൻ ഉണ്ടാവും. കാരണം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ അവർക്ക് കാണും. അതല്ലാണ്ട് ശരിക്കും സ്ട്രെയിറ്റ് ആക്കി കാല് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കാൽമുട്ടിന്റെ അവിടെ ചിരട്ടയുണ്ട്, അതൊരു ചെറിയൊരു എന്താ പറയാ ഒരു ഹാർട്ടിന്റെ ഷേപ്പിലാണെന്ന് പറഞ്ഞു. അതിന്റെ മീഡിയൽ സൈഡിൽ വരുന്ന ആ എഡ്ജിന്റെ ഭാഗത്തു നിന്നും 2 ചൂൺ മുകളിലുള്ള മസിൽ നിറഞ്ഞ ഭാഗത്താണ് ഈ പോയിന്റ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കുഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് വേദന കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളൊക്കെ പ്രസ് ചെയ്ത് നോക്കൂ, ഒട്ടുമിക്ക ആളുകൾക്കും പെയിൻ ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാർ ബ്ലഡ് റിലേറ്റഡ് മാത്രമല്ല ഈ സോറിയാസിസ് പോലത്തെ രോഗങ്ങൾക്ക് SP10 നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. സ്കിൻ റിലേറ്റഡ് എന്തും, സോറിയാസിസിന് മാത്രമല്ല സാർ, എല്ലാ സ്കിൻ ഡിസീസിനും ഇത് വളരെ നല്ല പോയിന്റാ. ഫുഡ്